എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഒരു വീട്ടിൽ മനോഹരമായ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇതൊരു മിനി ഫൗണ്ടനാണ്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി നമുക്ക് ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒന്നാണ്. ഈ ഒരു ഫൗണ്ടൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കുറച്ച് നിറത്തിലുള്ള സ്റ്റോണുകൾ, ഒരു സെറാമിക് ബൗൾ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. കാണുമ്പോൾ ഒരു നല്ലൊരു ഫിനിഷിംഗ് തോന്നും. പിന്നെ ഈ കല്ലുകൾ ഒട്ടിക്കാൻ വേണ്ടി പശയും, പിന്നെ നമുക്ക് ഓൺലൈനൊക്കെ മേടിക്കാൻ കിട്ടുന്ന ചെറിയൊരു DC മോട്ടറും അത് കണക്ട് ചെയ്യാനുള്ള ഹോസും. ഇത്ര സാധനങ്ങളുണ്ടെങ്കിൽ നമുക്ക് മനോഹരമായി വീട്ടിൽ തന്നെ ഒരു ഫൗണ്ടൻ സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ആദ്യമായി നമുക്ക് ഈ ബൗളിലേക്ക് ഓരോ സ്റ്റോൺസും ഇതുപോലെ പശ ഉപയോഗിച്ച് ഒട്ടിച്ച് ഒരു ഡിസൈൻ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ ചുമ്മാതെ ഒരു ഡിസൈനിൽ സെറ്റ് ചെയ്യുന്നത്, നിങ്ങൾക്ക് താല്പര്യമുള്ള രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊരു ഡിസൈൻ സെലക്ട് ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ പല ഫൗണ്ടൻ്റെ ഇമേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അത് നോക്കി നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡിസൈൻ സെലക്ട് ചെയ്ത് ഇതുപോലെ സിമ്പിളായിട്ട് ഒട്ടിച്ച് റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഈ പശ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ഡ്രൈ ആയി സെറ്റായി പോകും. അതുകൊണ്ട് തന്നെ ഇത് കുറേശ്ശെ എടുത്ത് ആവശ്യാനുസരണം ഉപയോഗിക്കുന്നതാണ് നല്ലത്. സ്റ്റോണുകൾ എടുക്കുമ്പോൾ ഒരേ കളർ എടുക്കാതെ പല നിറത്തിലുള്ള സ്റ്റോണുകൾ എടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ടാകും. ഈ സ്റ്റോൺസ് അടുക്കി വെക്കുമ്പോൾ സെൻറ്റർ പോർഷൻ കാലിയാക്കി ഇടുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം നമുക്ക് അവിടെ പമ്പ് സെറ്റ് ചെയ്ത് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. പമ്പിന് മാക്സിമം വെള്ളം കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ ആ സ്റ്റോൺസ് സെറ്റ് ചെയ്യാൻ സെൻറ്റർ പോർഷനിൽ. ഈ സ്റ്റോൺസിൽ മാക്സിമം നമ്മൾ ഗ്ലൂ എല്ലാം ഒട്ടിച്ച് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ വെള്ളം നനയുമ്പോൾ ഇത് ഇളകിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. എപ്പോക്സി റെസിൻ ഗ്ലൂ നമുക്കിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതാണ് ഇത് സ്റ്റോൺസൊക്കെ ഒട്ടിക്കാൻ നല്ലത്. ഓൺലൈൻ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇത് അവൈലബിൾ ആണ്, ആമസോണിലും ഫ്ലിപ്കാർട്ടിലുമൊക്കെ. ഇതാകുമ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നല്ലപോലെ സെറ്റായി നമുക്ക് ലഭിക്കുന്നതാണ്. മാത്രവുമല്ല നനവുകളൊക്കെ പിടിച്ചാലും ഈ ഗ്ലൂ ഇളകിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഗ്ലൂ മാക്സിമം കയ്യിൽ പറ്റാതെ യൂസ് ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ്. കാരണം ഇത് വളരെ എളുപ്പം സെറ്റാകുന്നത് കൊണ്ട് കയ്യിൽ നിന്ന് നമുക്ക് റിമൂവ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടാകും.
ഈ സ്റ്റോണുകളെല്ലാം ഒന്ന് അടുക്കിയെടുത്തതിന് ശേഷം നമുക്ക് അടുത്തായി ചെയ്യേണ്ടത് ആ DC പമ്പ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് ഹോസ് നമ്മുടെ DC പമ്പിലേക്ക് കണക്ട് ചെയ്ത് ഈ കല്ലിൻ്റെ പുറകിലൂടെ നമുക്ക് ഇത് മുകളിലേക്ക് എത്തിക്കാം. ഹോസ് വെളിയിലൂടെ കണ്ടു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫൗണ്ടൻ്റെ ഭംഗിയെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹോസ് കണക്ട് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ സ്റ്റോണുകൾ അടുക്കി സെറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. ഈ ഹോസ് നമുക്ക് ഈ ഫൗണ്ടൻ്റെ സ്റ്റോണിൻ്റെ ബാക്കിലൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിനി ഇച്ചിരി വെള്ളം ഒഴിച്ച് ഇത് വർക്കിംഗ് ആണോ എന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ ഫൗണ്ടൻ വർക്ക് ചെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇൻഡോറിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്ത് മനോഹരമാക്കി എടുക്കാവുന്നതാണ്. വെള്ളത്തിലൊക്കെ സെറ്റ് ചെയ്യാവുന്ന ടൈപ്പ് പ്ലാന്റ്സ് ആണ് ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.